ിരിക്കുന്നു ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡർ സൈഫുള്ള കസൂരിയാണ് മുഖ്യ സൂത്രധാരൻ എന്നുള്ളത് വ്യക്തമാണ്. ലഷ്കർ ഇ തോയ്ബയുടെ 2019 തുടങ്ങിയ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന TRF വിഭാഗമാണ് അതിനിഷ്ഠൂരമായ ആക്രമണം പഹൽഗാമിലും ബൈസരൻ വാലിയിലും നടത്തിയിരിക്കുന്നത്. സുരക്ഷയ്ക്കായുള്ള ക്യാബിനറ്റ് സമിതി 11 മണിക്ക് ചേരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് തിരിച്ചെത്തിയിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലുണ്ട്. അല്പസമയത്തിനകം ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റീസ് ആരംഭിക്കും. ഇപ്പോൾ ബസന്ത് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് തുടരുന്നു. ബസന്ത്, അഭൂതപൂർവമായ ഒരു സാഹചര്യമാണ്. 2019 ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമാണ്. അതിൽ സിവിലിയൻസ് ആണ് മരിച്ചിരിക്കുന്നതും. ഈ സ്ഥിതിവിശേഷത്തെ എങ്ങനെ നേരിടാനാണ് രാജ്യം ആലോചിക്കുന്നത്? എന്താണ് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ നൽകുന്ന സൂചന? അഭിലാഷ്, ഇതിന് മുമ്പ് ഈ സിവിലിയൻസിനെ കൊന്നത് ഇതുപോലെ ഒരു അമേരിക്കയിലെ ഒരു ഉന്നത നേതാവ് ഇന്ത്യ സന്ദർശിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അന്ന് ബിൽ ക്ലിന്റൺ 2000 ഇന്ത്യയിൽ വന്ന സമയത്താണ് ചിത്തിസിംഗ്പുരയിൽ 35 സിഖുകാരെ പാക് ഭീകരർ കൊല്ലുന്നത്. സമാനമായ സാഹചര്യമാണ് ഇന്നലെയും ഉണ്ടായത്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യ സന്ദർശിക്കുന്ന ഒരു ഘട്ടത്തിലാണ് പാകിസ്ഥാൻ പഹൽഗാമിൽ വലിയ തോതിലുള്ള ആക്രമണം അഴിച്ചുവിടുന്നത്, അതും സിവിലിയൻസിന് നേരെ. അന്നത്തെ ആ ഒരു സംഭവം ഇന്നും നമ്മുടെ ഓർമ്മകളിലുള്ളതാണ്. സമാനമായ സാഹചര്യമാണ് ഇന്നലെയും ഉണ്ടായത്. നിരായുധരായ യാതൊരു വിനോദസഞ്ചാരത്തിന് മാത്രം എത്തിയ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയവർക്ക് നേരെയാണ് ഭീകരർ നിറയൊഴിച്ചത് എന്നുള്ളതാണ്. പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഇന്നലെ രാത്രി തന്നെ നോർത്തേൺ ആർമി കമാൻഡർ ഡൽഹിയിലുണ്ടായിരുന്നു. അദ്ദേഹം MV സുചീന്ദ്രകുമാർ അദ്ദേഹം ഇന്നലെ തന്നെ മടങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല, ഈ ടെറൈൻ അല്ലെങ്കിൽ ഈ ബൈസാരൻ താഴ്വര എന്ന് പറയുന്നത് കുതിരപ്പുറത്തോ അല്ലെങ്കിൽ കാൽനടയായോ എത്തിപ്പെടാൻ മാത്രം കഴിയുന്ന പുൽമേടുകളാണ്. അവിടെ വാഹനങ്ങൾ എത്തിപ്പെടാൻ വലിയ പാടുള്ളൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇന്നലെ ഈ സംഭവം പുറത്തറിയുന്ന ഒരു ഘട്ടത്തിൽ, അതായത് ഉച്ചയ്ക്ക് 2:45 നടന്ന സംഭവം വൈകിട്ട് 4 മണിയോടുകൂടിയാണ് പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത്. ഇത്തരത്തിലൊരു ഭീകരാക്രമണം നടന്നു എന്നുള്ളതും നിരവധി പേർക്ക് പരിക്കേറ്റു എന്നുള്ളതും ആൾക്കാർ കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് അപ്പോഴാണ്. അപ്പോൾ തന്നെ ഇത് ഒരു തലയ്ക്ക് വെടിയേറ്റ ഒരാളുടെ ഭാര്യ കാശ്മീർ പോലീസിൻ്റെ PCR വിളിച്ചു പറയുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് എന്നുള്ള വിവരം സുരക്ഷാ സേന പോലും അറിയുന്നത്. അപ്പോൾ അവിടെ ഈ ബാക്കി എല്ലാം നമ്മൾ പറയുന്നു, ഭീകരാക്രമണമാണ്, ഇന്ത്യക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ്, നിരായുധരായ ടൂറിസ്റ്റുകൾക്ക് നേരെ നടന്ന ആക്രമണം എന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലൊരു വിനോദസഞ്ചാര മേഖലയിൽ, അതും വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന നുഴഞ്ഞുകയറ്റത്തിന് സാധ്യതയുള്ള ഒരു സ്ഥലത്ത് ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു വിഷയം കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പഹൽഗാമിൽ ഏകദേശം 2000-ഓളം വിനോദസഞ്ചാരികൾ പല ഭാഗങ്ങളിലായിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു സുരക്ഷാ വീഴ്ച വന്നിട്ടുണ്ടോ, ഒരു ഇൻ്റലിജൻസ് ഫെയിലിയർ അവിടെ ഉണ്ടായിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ഇനി പരിശോധിക്കപ്പെടേണ്ട ഒരു വസ്തുതയായി ഒരു ഭാഗത്ത് നിൽക്കുന്നു എന്ന് തന്നെ നമ്മൾ കരുതണം. കാരണം ഇതിന് ശേഷമാണ് കരസേനയുടെ യൂണിറ്റുകളും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ പോലീസിൻ്റെ അംഗങ്ങളും ഒക്കെ തന്നെ അവിടെ എത്താൻ പറ്റിയതും അവിടെ ഒരു ഇവാക്യുവേഷൻ നടത്താൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ഹെലികോപ്റ്ററിലും കുതിരപ്പുറത്തുമായി ആൾക്കാരെ എത്തിക്കാനുള്ള നീക്കങ്ങൾ സജീവമായതും. അപ്പോൾ ഒരു ഭാഗത്ത് അത് നിൽക്കുമ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്നും സ്വാഭാവികമായിട്ടും ഇന്നത്തെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അല്ലെങ്കിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതിയുടെ യോഗം 12 മണിക്കാണ് ചേരുന്നത്. നേരത്തെ 11 വെച്ചത്, പക്ഷേ ഇപ്പോൾ 12 മണിക്ക് ചേരുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. 12 മണിക്ക് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിന് ശേഷമായിരിക്കും ഇതിനൊരു കാലിബ്രേറ്റഡ് റെസ്പോൺസ് എങ്ങനെ വേണം. സുരക്ഷയുടെ വീഴ്ച, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ക്യാബിനറ്റ് സെക്യൂരിറ്റി കമ്മിറ്റിയും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ഇതിനെക്കുറിച്ചുള്ള അവലോകനവും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഇനി രാജ്യം കാത്തിരിക്കുന്നത്, ഇങ്ങനെ ഒരു വലിയ ഭീകരാക്രമണം ഇന്ത്യക്ക് നേരെ ഉണ്ടായി, ഇന്ത്യയിലെ ജനങ്ങൾക്ക് നേരെ ഉണ്ടായി, ഇതിനൊരു തിരിച്ചടി ഉണ്ടാകുമോ? അതുണ്ടെങ്കിൽ എപ്പോൾ? ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യം, 2019 ഈ പുൽവാമയിൽ CRPF കോൺവോയ്ക്ക് നേരെ, വാഹന കോൺവോയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അതിനുശേഷം ഏതാണ്ട് 10-12 ദിവസം കഴിഞ്ഞിട്ടാണ് ഫെബ്രുവരി 26-ന് ഈ ബാലക്കോട്ടിലേക്ക് ഇന്ത്യയുടെ തിരിച്ചുള്ള ആക്രമണം ഉണ്ടാകുന്നത്. അത് അത്രയും സമയമെടുത്ത് കാര്യങ്ങളൊക്കെ വിശദമായി പഠിച്ചതിന് ശേഷമാണ് ഒരു തിരിച്ചടി ഇന്ത്യ നൽകുന്നത്. അത്തരത്തിൽ ഒരു തിരിച്ചടി എന്തായാലും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പല്ലേ? തീർച്ചയായും ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത,
ഇന്നലത്തെ ഈ സംഭവത്തിൽ പഹൽഗാം വിഷയത്തിൽ ഇന്ത്യക്കൊപ്പമാണ് ലോകം എന്നുള്ളത് നമ്മൾ മറക്കരുത്. കാരണം ഇന്നലെ US പ്രസിഡന്റ് അടക്കമുള്ളവർ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം സംസാരിക്കും എന്ന് വൈറ്റ് ഹൗസ് ഔദ്യോഗികമായി വ്യക്തമാക്കുകയും ചെയ്തതാണ്. അത് സമാനമായ സാഹചര്യമാണ് UK കാര്യത്തിലുമുള്ളത്, UAE കാര്യത്തിലുള്ളത്. പഹൽഗാം ഞങ്ങൾ മറക്കില്ല എന്നാണ് ഇന്നലെ UAE വാർത്താക്കുറിപ്പ് വന്നത്. അപ്പോൾ വളരെ ശക്തമായ നിലപാടാണ് സൗദി അറേബ്യയും ഇന്നലെ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ തന്നെ പറഞ്ഞത് ഈ വിഷയത്തിൽ ഞങ്ങൾ ഇന്ത്യക്കൊപ്പമാണ് എന്നുള്ളത്. അപ്പോൾ പാകിസ്ഥാൻ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു രാഷ്ട്രീയമായ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ അത് തന്നെ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ. ചൈന ഈ വിഷയത്തെ പൂർണ്ണമായും അപലപിച്ചിട്ടുണ്ട്. ചൈനയുടെ ഇന്ത്യയിലെ അംബാസിഡർ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. മാത്രമല്ല ഇന്ത്യക്കൊപ്പം ഇന്ത്യയിൽ കൊല്ലപ്പെട്ട കുടുംബങ്ങൾക്കെല്ലാം അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ചൈനയും രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ചൈനയെ അയൺ ബ്രദർ എന്നാണ് പാകിസ്ഥാൻ വിളിക്കുന്നത്. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ അപ്പോൾ ലോകരാഷ്ട്രങ്ങൾ തന്നെ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൽ ഒരു തിരിച്ചടിക്ക് ഇന്ത്യക്ക് അവകാശമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ ഇതിനൊരു മറുപടി നൽകേണ്ടതുണ്ട്. ഇത് എന്താണ് ഇതിൽ ഉണ്ടായത് എന്നുള്ളത്. ഈ പാകിസ്ഥാനിലെ ഈ ഇന്ത്യയുമായിട്ടുള്ള നിയന്ത്രണ രേഖയ്ക്ക് സമീപം വിവിധ സ്ഥലങ്ങളിൽ ഈ ഭീകരരുടെ ട്രെയിനിങ് ക്യാമ്പുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അവിടെ നിന്ന് നുഴഞ്ഞുകയറ്റം കഴിഞ്ഞ